പ്രിയമുള്ളവരെ, വചനജ്വാല 1399 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 30 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം അവസാനിക്കുന്ന ദിവസമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു മാസക്കാലം നാം ജപിച്ച എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് സുഭാഷിതങ്ങൾ 13-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു. പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കുന്നു. വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത്. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തന്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. എത്ര ആഗ്രഹിച്ചാലും അലസനെ ഒന്നും കിട്ടുകയില്ല. സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. നീതിമാൻ കാപട്യത്തെ വെറുക്കുന്നു. ദുഷ്ടൻ ലജ്ജയും അഭിമാനവും വെടിഞ്ഞ് പ്രവർത്തിക്കുന്നു. സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും. ദുഷ്ടനെ പാപം നിലം പതിക്കുന്നു. ഒരുവൻ ധനികനെന്ന് നടിക്കുന്നു എങ്കിലും അവനെ യാതൊന്നുമില്ല. അപരൻ ദരിദ്രൻ എന്ന് നടിക്കുന്നു എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട്. ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത്. എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല. നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും. ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും. താന്തോന്നികൾ ഔദിത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു. ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം. അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും. അല്പാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ്. ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു. സദ്ബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു. അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു. ഭോഷനാകട്ടെ തന്റെ ഭോഷത്വം തുറന്നു കാട്ടുന്നു. ഔചിത്യമില്ലാത്ത ദൂതൻ ആളുകളെ കുഴപ്പത്തിലാക്കുന്നു. വിശ്വസ്തനായ സന്ദേശവാഹകൻ രഞ്ജനം കൈവരുത്തുന്നു. ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു. ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു. നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമിയറ്റുന്നു. തിന്മ വിട്ടൊഴിയുന്നത് ഭോഷർക്ക് അവിഹിതമാണ്. വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു. ഭോഷരുമായി കൂട്ടുകൂടുന്നവനെ
ഉപദ്രവം നേരിടും. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തന്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു. പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ്. ദരിദ്രരുടെ കയ്യിൽ തരിശു നിലം ധാരാളം ആഹാരം ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. എന്നാൽ നീതി കെട്ടവൻ അത് കൈക്കലാക്കി തരിശിടുന്നു. മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവന് വെറുക്കുന്നു. സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗ്രത കാട്ടുന്നു. നീതിമാനെ വിശപ്പടക്കാൻ വേണ്ടത്ര വകയുണ്ട്. ദുഷ്ടനെ പട്ടിണി കിടക്കേണ്ടി വരും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് റോമിലെ ആദ്യകാല രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. തിരുസഭയുടെ ശൈശവകാലത്ത് റോമാ സാമ്രാജ്യത്തിൽ പലയിടത്തും മതപീഡനം പൊട്ടിപ്പുറപ്പെട്ടു. 250 വർഷത്തെ മതപീഡനം AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മിലാൻ വിളംബരം എന്ന ഡിഗ്രിയിലൂടെ ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കപ്പെട്ടു. ദിവ്യബലി അർപ്പണത്തിൽ ഒന്നാമത്തെ കാനനിൽ രക്തസാക്ഷിത്വത്താൽ മരിച്ചവരെ ഓർക്കുന്നു. ഈ രക്തസാക്ഷികളുടെ ചുടുനിണമാണ് തിരുസഭയ്ക്ക് കാരണമായത്. നമ്മുടെ വിശ്വാസവും ജീവനുള്ള സത്യമാണെന്ന് കാണിച്ചു തരാൻ തിരുസഭ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അവരെപ്പോലെ നമുക്കും സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് തിരുസഭ ആദ്യകാല രക്തസാക്ഷികളുടെ ഓർമ്മ ദിവസം ഇന്നേ ദിവസം ആചരിക്കുന്നത്. റോമിലെ ആദ്യകാല രക്തസാക്ഷികളുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ മാസം മുഴുവൻ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോയുടെ തിരുഹൃദയവും റോമിലെ രക്തസാക്ഷികളും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.